Silent Learning. It's me, Sribhama. മക്കളെ, നമ്മുടെ എക്സാമിങ് അടുത്തെത്തി. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ദിവസങ്ങളൊന്നും ഇല്ല. എന്റെ മക്കൾ എന്താണ് അടിച്ചു പൊളിച്ച് പഠിക്കുന്നതിന്റെ തിരക്കിലാവുന്ന മിസ്സിനെ അറിയാം. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു ക്രിസ്മസ് എക്സാമിന് ഈസി ആക്കി തരാൻ വേണ്ടി മിസ് ഒരു കോണ്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് നമ്മുടെ ഇപ്പത്തെ ഈ എക്സാം ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്താണെന്നറിയോ? ഹാർഡ് വർക്ക് ചെയ്യാം. മാക്സിമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്റെ മക്കൾ പഠിച്ചോ. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. നിങ്ങളുടെ ഡ്രീം എന്താണോ അത് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും. സക്സസ് ഈസ് നോട്ട് ആക്സിഡന്റ്. ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്, പ്രിസർവൻസ്, ലേണിംഗ്, സ്റ്റഡിങ്, സാക്രിഫൈസ് ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ ലവ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇഷ്ടപ്പെട്ട് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കാര്യം എന്താണ്? ക്രിസ്മസ് എക്സാമിന് മാർക്ക് വാങ്ങിക്കാൻ എന്നുള്ള കാര്യമാണ്. സോ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. പഠിക്കുന്ന സമയം മാക്സിമം നന്നായിട്ട് പഠിച്ചാൽ എന്റെ മക്കൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. സോ എന്റെ മക്കൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. സോ മിസ് എന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അലോങ് വിത്ത് മോഷൻ എന്ന ചാപ്റ്ററിലെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ പ്രീവിയസ് ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇതെന്താന്ന് എന്റെ മക്കൾക്ക് അറിയുന്നുണ്ടാവും. മിസ് എന്തായാലും പറഞ്ഞുതരാം. ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ നിന്നും ശരിയായവ കണ്ടെത്തി എഴുതുക. ഒന്നാമത്തെ പൽചക്രത്തിന്റെ എതിർ ദിശയിലാവും രണ്ടാമത്തെ പൽചക്രം കറങ്ങുന്നത്. ഒന്നാമത്തെ പൽചക്രത്തിന്റെ അതേ വേഗതയിലായിരിക്കും മൂന്നാമത്തെ പൽചക്രം കറങ്ങുന്നത്. നാലാമത്തെ പൽചക്രത്തിന്റെ ദിശയും ഒന്നാമത്തെ പൽചക്രത്തിന്റെ ദിശയും ഒന്നായിരിക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും പൽചക്രത്തിന് ഒരേ വേഗതയായിരിക്കും. മൂന്നാമത്തെ പൽചക്രത്തിന്റെ അതേ വേഗതയിലായിരിക്കും നാലാമത്തേത് കറങ്ങുക. അപ്പൊ നമുക്ക് ഗിയറിന്റെ കേസ് നമുക്കറിയാം. വലുത് നിന്ന് ചെറുതിലോട്ടാണ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടുമെന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ ഒന്നാമത്തെ ആൾ ഇങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തെ ആൾ ഇങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ പൽചക്രത്തിന്റെ ഏതേ ദിശയിലാണ് രണ്ടാമത്തെ എന്നുള്ളത് കറക്റ്റ് ആണ്. ദെൻ ഒന്നാമത്തെ പൽചക്രത്തിന്റെ അതേ വേഗതയായിരിക്കും മൂന്നാമത്തെ എന്നുള്ളതും കറക്റ്റ് ആണ്. കാരണം ഒന്നാമത്തെയും മൂന്നാമത്തെ ആളുകൾ ഏകദേശം സെയിം ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ദ സെക്കൻഡ് ഗിയർ റൊട്ടേറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഫസ്റ്റ് ഗിയർ. ദ തേർഡ് ആൻഡ് ദ ഫസ്റ്റ് ഗിയർ വിൽ റൊട്ടേറ്റ് ഇൻ ദ സെയിം സ്പീഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്റെ മക്കൾക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ എന്താണ് ഈ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ? പൽചക്രം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. എന്താണ്? നിങ്ങൾ ഇതുപോലൊരു സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അടപ്പ് വെച്ച് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് വലുതും ഒരു ചെറിയ അടപ്പുമാണ് അല്ലെ. അപ്പൊ ഒന്ന് ഇങ്ങനെ തിരിയുന്ന സമയത്ത് ഒന്ന് നേരെ തിരിച്ചാണ് തിരിയുന്നത്. അങ്ങനെ പരസ്പരം എന്താണ്? രണ്ടുപേരും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ട് നിൽക്കുന്നത് അല്ലെ. ഒരാൾ വലത്തോട്ടാണെങ്കിൽ ഒരാൾ ഇടത്തോട്ട്. അപ്പോ എന്താണ് പറയുന്നത്? യന്ത്രത്തിന്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ദിശകളിലും ഒന്നിലേറെ എന്താണ് യന്ത്രങ്ങൾ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൽചക്രങ്ങൾ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ബൈ മേക്കിംഗ് ദ യൂസ് ഓഫ് റൊട്ടേഷൻ ഓഫ് വൺ പാർട്ട് ഓഫ് ദ മെഷീൻ, ഗിയർ ഹെൽപ്പ് us to set the motion more than one part of the machine at different speed in different direction. ഡിഫറെന്റ് സ്പീഡിലും ഡിഫറെന്റ് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ ചക്രം കറക്കുകയാണെങ്കിൽ എന്താ മക്കളെ? ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് പോകുന്നതെങ്കിൽ കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ട് പോവാണെങ്കിൽ അതിന്റെ സ്പീഡ് കൂടും അല്ലെ. നമ്മുടെ പൽചക്രത്തിന്റെ ഗിയറിന്റെ സ്പീഡ് കൂടുമെന്നുള്ള കാര്യം എന്റെ മക്കൾ നോക്കി വെക്കുക. സോ ബിഗ് വീൽ ഇസ് ടേൺ യൂസിംഗ് എ സ്മോൾ വീൽ. ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഡിക്രീസസ് ചെയ്യാണ്. അതേസമയം റിവേഴ്സ് ആവുകയാണെങ്കിൽ സ്പീഡ് എന്താണ്? ഇൻക്രീസ് ചെയ്യാണെന്നുള്ള പോയിന്റ് ആലോചിച്ച് വെക്കുക. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ തന്നെയുള്ള സബ് പാർട്ടാണ്. റൈറ്റ് ടു അഡ്വാൻറ്റേജസ് ഓഫ് യൂസിംഗ് ഗിയേഴ്സ് ഇൻ മെഷീൻ. യന്ത്ര സംവിധാനങ്ങളിൽ പൽചക്രം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ വലിയ സ്പീഡിന് മാറ്റം വരുത്താൻ, വേഗതയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പൽചക്രങ്ങൾ ഉപയോഗിക്കാം. ദിശ മാറ്റാൻ വേണ്ടി നമുക്ക് ഗിയേഴ്സ് പൽചക്രങ്ങൾ ഉപയോഗിക്കാം. സോ ചലന വേഗതയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ദിശകളിൽ മാറ്റം വരുത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ എന്തിന്റെ യൂസ് ആണ്? നമ്മുടെ ഗിയേഴ്സിന്റെ യൂസ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ബൈ മേക്കിംഗ് ദ യൂസ് ഓഫ് റൊട്ടേഷൻ ഓഫ് വൺ പാർട്ട് ഓഫ് ദ മെഷീൻ, ഗിയർ ഹെൽപ്പ് us to set the motion more than one part of the machine. അപ്പൊ അതിന്റെ ഹെൽപ്പോട് കൂടി മറ്റ് യന്ത്രഭാഗങ്ങളിൽ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടും സ്പീഡിന്റെ കേസിലും ഡയറക്ഷന്റെ കേസിലും ഒക്കെ ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മുടെ ഗിയറുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മക്കളെ കറക്റ്റ് ആയി തന്നെ എഴുതി വെക്കാം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ പറയുന്ന ചില സന്ദർഭങ്ങളിൽ കൂട്ടങ്ങളാക്കിയിട്ടുണ്ട്. ഇവിടെ സം സിറ്റുവേഷൻസ് ഓഫ് മോഷൻസ് ആർ ഗ്രൂപ്പ് ഹിയർ ആൻഡ് ഇവയിൽ ശരിയായവ കണ്ടെത്താനാണ്. ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് വിച്ച് ഹാസ് റൈറ്റ് ആയിട്ടുള്ള പെയർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ലേടാ. ലിഫ്റ്റ് ഉയരുന്നതും വെടിയുണ്ടയുടെ ചലനവും. നമ്മുടെ ലിഫ്റ്റ് നേരെയാണ് ഉയരുക. അതേപോലെ നമ്മൾ വെടി ഇട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവാ. സോ റൊട്ടേഷൻ ഓഫ് എർത്ത് അല്ല അല്ലെ. ഏതാണ്? ലിഫ്റ്റ് ഗോയിങ്, മോഷൻ ഓഫ്, അതേപോലെ ബുള്ളറ്റ് എന്ന് പറയുന്നത്
വന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? സ്ട്രെയിറ്റ് ആയിട്ടുള്ള നേരേഖാചലനം, ലീനിയർ മോഷൻ എക്സാമ്പിൾ ആണ്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള പേരാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവരെ നോക്കിയേ, പമ്പരം കറങ്ങുന്നത് ഏതാ മക്കളെ? പമ്പരം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയല്ലേ കറങ്ങുക? അതൊരു റൊട്ടേറ്ററി മോഷൻ ആണ് അല്ലെ? അതേപോലെ റൊട്ടേറ്ററി മോഷൻ കാണിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ ഭ്രമണമാണ്. സോ ഇതിനെ നമുക്കൊരു കൂട്ടത്തിലാക്കിയിട്ട് ഒരു പേരാക്കി വെച്ചാൽ, പിന്നെ എന്താണ്? കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ വട്ടത്തിൽ വരയ്ക്കുകയാണെങ്കിൽ അതൊരു സർക്കുലാർ മോഷൻ ആണ്, വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനമാണ്. സോ അതുകൊണ്ട് അതിനെയും, അതുപോലെ ചക്കിന് ചുറ്റും കാളയുടെ ചലനം, ഇങ്ങനെ കാള ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് റൊട്ടേറ്ററി സർക്കുലാർ മോഷൻ അഥവാ വൃത്താകാരമായ പാതയിലൂടെ മോഷൻ നമുക്ക് പറയാം. റെഡി അല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തി ഓരോന്നിന്റെ സവിശേഷത എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. സോ എന്താണ് ലീനിയർ മോഷൻ എന്ന് പഠിച്ചു വെക്കുക. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് ലീനിയർ മോഷൻ. ദ മോഷൻ ഓഫ് ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൾഡ് ലീനിയർ മോഷൻ. മീൻസ് സ്ട്രെയിറ്റ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ അത് എന്ത് മോഷനാണ് മക്കളെ? ലീനിയർ മോഷൻ ആണ്. ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. എക്സാമ്പിളുകൾ പഠിച്ചു വെക്കാൻ. നമ്മൾ അമ്പ് എന്ത് ചെയ്യുന്നത്? എയ്യുന്നത് അല്ലെ? നമ്മൾ അമ്പിൽ നിന്ന് വില്ല് പോകുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ടായിട്ട് പോവാ, ലീനിയർ മോഷൻ ആണ്, നേരേഖാചലനമാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. എക്സാമ്പിളുകൾ അടക്കം പഠിച്ചു വെക്കുക. എക്സാമിന് ഓരോരു എക്സാമ്പിൾ വെച്ച് ചോദിക്കും. നെക്സ്റ്റ് നമ്മുടെ റൊട്ടേഷൻ ആണ്. അതിനെ ഭ്രമണം എന്ന് പറയാം. നമ്മൾ എന്താണ്? ഭൂമിയുടെ കറക്കം ഒരു അച്ചുതണ്ടിനെ ആസ്പദമാക്കി അതിന് ചുറ്റും എന്തുണ്ട്? ഈ അച്ചുതണ്ടിന്റെ മേലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മുടെ സ്വന്തം ആയിട്ടുള്ള ഒരു അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ അത് എന്ത് മോഷൻ എന്ന് പറയാം? റൊട്ടേറ്ററി മോഷൻ ആണ്, ഭ്രമണം എന്ന് പറയുന്ന മോഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ ഭൂമിയുടെ കറക്കം നോക്കിയതാ ഒരു അച്ചുതണ്ടിനെ ആസ്പദമാക്കി ഇങ്ങനെ 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 കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അതിനുള്ള ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ ജയന്റ് വീൽ അതിന് എക്സാമ്പിൾ ആണ്. കാറ്റാടി പാടങ്ങൾ അതിന് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, നമ്മുടെ റൊട്ടേറ്ററി മോഷൻ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് സർക്കുലർ മോഷൻ ആണ്. എന്താ സർക്കുലർ മോഷൻ എന്ന് പറയാ? വട്ടത്തിൽ അല്ലെ, വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനമാണെങ്കിൽ അതിനെ നമുക്ക് വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ എന്ന പേര് പറഞ്ഞ് വിളിക്കാം. അപ്പൊ ആ മോഷൻ എന്താണെന്ന് പഠിച്ചു വെക്കാം. നിങ്ങൾ ഈ ടോയ്കളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ തീവണ്ടി ഇങ്ങനെ ഓടുന്ന, നിങ്ങൾ ട്രെയിൻ ഇങ്ങനെ വട്ടത്തിലുള്ള റെയിൽവേ പാതയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ട്രെയിൻ ഓടുന്നത് എങ്ങനെയാണ്? സർക്കുലർ മോഷനിലാണ്. ഇത് കണ്ടോ, ഈ ഒരു കാർ ഓടുന്നത് സർക്കുലർ മോഷനിലാണ്. കാരണം ആ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, വട്ടം നാരങ്ങ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ? സോ അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒന്നാമത്തേത് എന്താണ്? രണ്ടാമത്തെ മോഷൻ എന്താണെന്നാ ചോദിച്ചത്. റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈച്ച് മൂവ്മെന്റ്. ഒന്നാമത്തെ മൂവ്മെന്റ് ചെയ്താണ് ആ ക്ലോക്കില് നമ്മൾ ഇങ്ങനെ സൂചി ഇങ്ങനെ വട്ടം ചുറ്റുന്നത് എങ്ങനെയാ? വട്ടമാലേ എന്ന് വെച്ചാൽ വൃത്തത്തിലല്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് നമുക്ക് സർക്കുലാർ മോഷൻ ആണ് എന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലെ? ഇതെന്ത് മോഷനാണ്? സർക്കുലാർ മോഷൻ ആണ്. അതേസമയം നമ്മുടെ പെൻഡുലം എങ്ങനെയാ മൂവ്മെന്റ് ചെയ്യാറുള്ളത്? ഇങ്ങനെയുള്ള ആളായ ഷോയിങ് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയാം. മുന്നോട്ടും പോവും പിന്നോട്ടും പോവും അല്ലെ? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി അതിനെയാണ് നമ്മൾ ഓസിലേഷൻ അഥവാ ദോലനം എന്ന് പറയുന്നത്. സോ ഏതാണെന്ന് മനസ്സിലായി. ഇതിനുള്ള ഉദാഹരണങ്ങൾ മക്കളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് ഓസിലേഷൻ എന്ന് പഠിച്ചു വെക്കുക. ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി എബൌട്ട് എ മെയിൻ പൊസിഷൻ ഈസ് കോൾഡ് ഓസിലേഷൻ. ഒരു മെയിൻ പൊസിഷനെ ആസ്പദമാക്കി ഇത് മുന്നോട്ടും പിന്നോട്ടും പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരു ദിശകളിലേക്കും ചലിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പേര് പറഞ്ഞ് വിളിക്കാടെ മക്കളെ? ഓസിലേഷൻ അഥവാ ദോലനം എന്ന് പറഞ്ഞ് വിളിക്കാം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇപ്പൊ തൂക്കുവിളക്കുകളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലെ? ആ ആട്ടൊക്കെ എന്താണ്? ദോലനമാണ്. അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, ഓസിലേഷൻ എക്സാമ്പിൾ ആണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നമ്മളോട് എക്സാമ്പിളുകൾ ചോദിച്ചിട്ടുണ്ട്. ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? നമുക്ക് പറയാൻ പറ്റും അതൊരു ഓസിലേറ്ററി മോഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സർക്കുലർ മോഷൻ ആണ് രണ്ടാമത്തേത് അല്ലെ? സർക്കുലർ മോഷൻ എക്സാമ്പിൾ പറഞ്ഞാൽ കുറെ എക്സാമ്പിളുകൾ എഴുതി വെക്കാമല്ലോ. നമ്മളിങ്ങനെ പമ്പരല്ല, നമ്മൾ എന്തെങ്കിലും വട്ടത്തിൽ ഇങ്ങനെ സാധനം ഇങ്ങനെ ചുറ്റി കറക്കുകയാണെങ്കിൽ, ഈ കുട്ടി കറക്കിയ പോലെ കയ്യില് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറക്കുകയാണെങ്കിൽ അതെന്തിന് എക്സാമ്പിൾ ആണ്? സർക്കുലർ മോഷൻ എക്സാമ്പിൾ ആണ്. കളിത്തീവണ്ടി, വൃത്തപാതയിലൂടെയുള്ള കളിത്തീവണ്ടി ആൻഡ് ടോയ് ട്രെയിൻ റണ്ണിങ് അലോങ് എ സർക്കുലർ പാത്ത് എന്തിന് എക്സാമ്പിൾ ആണ്? സർക്കുലർ മോഷൻ എക്സാമ്പിൾ ആണ്. നമ്മൾ ഇങ്ങനെ ചുറ്റി വട്ടത്തിൽ ചുറ്റാണല്ലേ, അതിനെ നമുക്ക് എന്ത് പറയാം? സർക്കുലർ മോഷൻ എന്ന് പറയാം. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ മിസ് ഡിസ്കസ് ചെയ്തില്ലേ? ഇമ്പോർട്ടന്റ് ആയി ഏകദേശം എല്ലാ പോർഷനും മിസ് ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്. സോ എന്റെ മക്കൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുപാട് എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എന്താണ് നമ്മൾ കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻസുകളും അതുപോലെ ആൻസർ കീകളും അതുപോലെ എന്താ റിവിഷൻസും ഒക്കെ നമ്മൾ തരുന്നതാണ്. സോ മക്കൾ എന്ത് ചെയ്യുക? ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നമുക്ക് അടിപൊളിയായിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് മിടുക്കന്മാരും മിടുക്കേടായിട്ട്
നമ്മുടെ ചാനലൊക്കെ അടിപൊളിയാക്കണം. സോ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായി തന്നെ എക്സാമിന് പഠിക്കാം. നമ്മൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെയുണ്ട്. സോ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഡിയേഴ്സ്. ബൈ.